നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മഴയുടെ ചെറിയൊരു ആശങ്കയുണ്ട്. ക്ലൗഡിയാണ്. അതാണ് ഫോർകാസ്റ്റ് ഉള്ളത്. എങ്കിലും ഡൽഹിയിൽ ഉച്ചതിരിഞ്ഞ് കാര്യങ്ങൾ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഇന്ന് മികച്ചൊരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും രണ്ട് ടീമും അവരുടെ ആദ്യ മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തകർപ്പൻ പോരാട്ടം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ടീമിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ സാന്നർ MI ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിക്ക് സാന്നർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വിശദീകരണമൊക്കെ കോച്ച് പറഞ്ഞതാണ്. വിൽ ജാക്സും സാന്നറും എന്തുകൊണ്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മളത് ജയവർദ്ധനയുടെ അന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് റിപ്പോർട്ട് ചെയ്താണ്. എന്നിട്ടും കുറേ സുഹൃത്തുക്കൾ അവർക്ക് എന്ത് പറ്റി, അവരെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൃത്യമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ ഒരു വിധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് റാഫ്റ്റോ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇപ്പോൾ സാന്നർ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ 11ൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്താണ് ആ മാറ്റം എന്ന് ചോദിച്ചാൽ, അല്ല ഗസൻഫർക്ക് പകരം സാന്നർ വരും. സാന്നർ ആകുമ്പോൾ ബാറ്റിങ്ങിൽ ഒരു കോൺട്രിബ്യൂഷൻ കൂടി അധികം ലഭിക്കുമെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു പ്രോബബിൾ 12 നോക്കാം. രോഹിത് ശർമ്മ, റിയാൻ റിക്കിൾട്ടൺ. വാവ്, കഴിഞ്ഞ കളിയിൽ പൊളിച്ചടുക്കിയ തുടക്കമായിരുന്നു. അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കും. നമ്പർ 3ൽ തിലക് വർമ്മ, ദെൻ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, നമാൻ ദിർ, സർഫൈൻ റുദർഫോർഡ്, മിച്ചൽ സാന്നർ, ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മായങ്ക് മാർക്കണ്ടെ. ട്രെന്റ് ബോൾട്ട് നമ്മൾ ഇമ്പാക്റ്റ് സബായിട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ DC-ക്ക് വലിയ മാറ്റങ്ങളൊന്നും സ്ക്വാഡിൽ വരുത്താനില്ല. അശുതോഷ് ഓർ സമീർ റിസ്വി എന്ന ചോദ്യമുണ്ട്. സമീർ റിസ്വി കഴിഞ്ഞ കളിയിൽ മികവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തുടരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. പിന്നെ ഇമ്പാക്റ്റ് സബിൻ്റെ കാര്യത്തിൽ കളിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ തീരുമാനമെടുത്തേക്കും. അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു 11 എന്ന് പറയുന്നത് KL രാഹുൽ, പത്തും നിസാങ്ക, രണ്ടുപേരും ക്ലിക്ക് ആവേണ്ടതുണ്ട്. എന്ത് സംഭവിക്കുന്ന കണ്ടറിയണം. കാരണം തകർപ്പൻ ബൗളിംഗ് നിരയുണ്ട് മുംബൈ ഇന്ത്യൻസിന്. നമ്പർ 3ൽ നിതീഷ് റാണ, ദെൻ അക്സർ പട്ടേൽ, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, സമീർ റിസ്വി. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം കളി മാറ്റിമറിച്ച് നമ്മൾ കണ്ടതാണ്. സമീർ റിസ്വി ഓർ അശുതോഷ് ശർമ്മ, ദെൻ വിപ്രാജ് നിഗം, കുൽദീപ് യാദവ്, ലുങ്കി എങ്കിഡി, മുകേഷ് കുമാർ. ടി നടരാജൻ ഇമ്പാക്റ്റ് സബ് റോളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ ലുങ്കി എങ്കിഡി, ജസ്പ്രീത് ബുംറ, രണ്ട് കിടിലൻ പേസർമാരുടെ ഒരു പോരാട്ടം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. മഴ വരാനുള്ള സാധ്യതയുണ്ട്. ചാൻസ് ഓഫ് തണ്ടർ സ്റ്റോംസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പിച്ച് ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന പിച്ച് നമ്പർ 6 ആണ്. അപ്പോൾ ഈ പിച്ചിലാണ് നല്ല സ്കോർ മുമ്പൊക്കെ വന്നിട്ടുള്ളത്. ഗുഡ് പിച്ച് ഫോർ ബാറ്റിംഗ് എന്ന് പറയാം. ഈ സെയിം പിച്ചിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് 278 റൺസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 3 വിക്കറ്റിന് 278 അടിച്ചില്ല, ഓർക്കുന്നുണ്ടാവും ലാസ്റ്റ് ഇയറിൽ. അപ്പോൾ അങ്ങനെ റണ്ണ് വരുന്ന ഒരു പിച്ചാണ്. സോ നമുക്കിന്നൊരു കിടിലൻ റൺ മഴ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.